റീചാർജബിൾ റിമോട്ട് ബാറ്ററിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ബാറ്ററി അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. അതായത് ബാറ്ററി ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ എത്ര സെൻറ്റിമീറ്റർ നീളം, എത്ര സെൻറ്റിമീറ്റർ വീതി, എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ്, അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അതിന് പറ്റുന്ന രീതിയിലുള്ള ബാറ്ററി വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൺലൈനിൽ സൈറ്റിൽ നോക്കുമ്പോൾ ബാറ്ററിയുടെ മെഷർമെൻറ്റ് രീതിയാണ് കാണാം. അങ്ങനെ കറക്റ്റായിട്ട് നോക്കി ഇതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള കറക്റ്റ് ബാറ്ററിയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ബാറ്ററിയും എല്ലാ റിമോട്ടിനും സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതൊക്കെ റിമോട്ട് ഫുൾ അഴിച്ചെടുക്കണം. എല്ലാ പാർട്സും സെപ്പറേറ്റാക്കി മാറ്റി വയ്ക്കാം. നമുക്ക് ബാറ്ററി വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കാണുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ടച്ച് ചെയ്യുന്ന സ്പ്രിങ് എല്ലാം ഉപയോഗിക്കാം. അതിനുശേഷം ഈ കാണുന്ന ഈ രണ്ട് ബാറ്ററി ഞാനിവിടെ യൂസ് ചെയ്യണത്. അത് 3.7 വോൾട്ട് 500 mAh 2 ബാറ്ററി. 500 mAh രണ്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം 1000 mAh വരും. 1000 mAh സിംഗിൾ ബാറ്ററി ഇതിൽ സ്യൂട്ട് ആവില്ല. അത് കാരണമാണ് ഞാൻ 2 ബാറ്ററി എടുത്തത്. പിന്നെ വേണ്ടത് ഒരു ചാർജിങ് മൊഡ്യൂളും പിന്നെ 3 വോൾട്ട് സെൻസർ ഡയോഡ്. അതായത് 3 വോൾട്ട് നമുക്ക് മാക്സിമം ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, റിമോട്ടിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. 1.5 2 ബാറ്ററി സീരീസ് ചെയ്ത് വെച്ചിട്ടാണ് ഓൾറെഡി റിമോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1.5 രണ്ടെണ്ണം സീരീസ് ചെയ്യുമ്പോൾ 3 വോൾട്ടാണ് വരാം. 3 വോൾട്ടിൽ കൂടുതൽ പരമാവധി കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഡയറക്റ്റ് 3.7 വോൾട്ട് ബാറ്ററി കൊടുത്താലും വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ റിമോട്ട് ഡാമേജ് ആവാൻ, റിമോട്ടിൻ്റെ ബോർഡ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ബാറ്ററി കറക്റ്റായിട്ട് വെച്ച് നോക്കണം, കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത്. ഇതുപോലെ ചാർജിങ് മൊഡ്യൂള്, അതായത് ചാർജിങ് പോയിൻറ്റ്, നമ്മുടെ ടൈപ്പ് സി ചാർജിങ് പോയിൻ്റ് ഏറ്റവും ബാക്കിൽ വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജിങ് ബോർഡ് ഇരിക്കാവുന്ന രീതിയിൽ അതിൻ്റെ സൈഡിലെ കട്ടിങ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി നല്ല സ്യൂട്ടാവുന്ന രീതിയിൽ ഇരിക്കാൻ പാടില്ല. ഇതുപോലെ ചെത്തി നല്ല സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ഈ കാണുന്ന പോലെ നമ്മുടെ ടൈപ്പ് സി പിന്നിന് കറക്റ്റ് സ്യൂട്ടാവുന്ന രീതിയിൽ ഇതിൻ്റെയും, അതായത് റിമോട്ടിൻ്റെ അടിഭാഗത്തിൻ്റെ ഒരു സൈഡും കറക്റ്റ് ചാർജിങ് ബോർഡ് കറക്റ്റ് സ്യൂട്ടായി ഇരിക്കാവുന്ന രീതിയിൽ കറക്റ്റ് ചെത്തിയെടുക്കണം. ഈ കാണുന്ന പോലെ. ചാർജിങ് ബോർഡ് ഒന്ന് കറക്റ്റ് സ്യൂട്ടാക്കി വെച്ചതിന് ശേഷം ബാറ്ററി ഒന്ന് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടോ, റിമോട്ടിൻ്റെ ക്യാപ്പ് അടയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിമോട്ടിൻ്റെ ക്യാപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അതായത് നമുക്ക് ചാർജിങ് പോയിൻറ്റ്, ചാർജിങ് പിന്ന് കുത്താൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി റിമോട്ടിൽ 2 സ്പ്രിങ്ങുകൾ, അതായത് ബാറ്ററിയുടെ ടെർമിനൽസ് വന്ന് മുട്ടുന്ന 2 സ്പ്രിങ്ങുകൾ ഉറപ്പിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡീസോൾഡർ ചെയ്ത് ആ പിന്നോട് ഒഴിവാക്കണം. കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായത് പോസിറ്റീവും നെഗറ്റീവും, അതായത് വി പോസിറ്റീവും വി നെഗറ്റീവും എഴുതിയിട്ടുണ്ട്. അതിൽ വി പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവും വി മൈനസ് ബാറ്ററിയുടെ നെഗറ്റീവ് വോൾട്ടേജാണ് അതിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ 3 വോൾട്ടിൻ്റെ സെൻസർ ഡയോഡ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതായത് സെൻസർ ഡയോഡിൻ്റെ ബ്ലാക്ക് ലൈൻ വരുന്ന ഭാഗം വോൾട്ടേജ് പ്ലസ്സിലേക്ക്, അതായത് വി പ്ലസ്സിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. ഈ കാണുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ വേണം ചെയ്യാനായിട്ട്. ഡയോഡിൻ്റെ ഒരു എൻഡ് ബോർഡിലെ പോസിറ്റീവിലേക്കും ഒരു എൻഡ് ബോർഡിലെ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്. മറ്റേ എൻഡ് ബോർഡിലെ ഔട്ട്പുട്ട് നെഗറ്റീവ് ബോർഡിൽ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം ബോർഡിൻ്റെ ബേസ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അടച്ച് സ്വിച്ചുകളെല്ലാം കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സ്വിച്ചുകളെല്ലാം നല്ല പക്കയായിട്ട് പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാറ്ററി ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. 2 ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒന്നിച്ച് സോൾഡർ ചെയ്തിട്ട് വേണം ബോർഡിലേക്ക് ബി പ്ലസും ബി മൈനസിലേക്കും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇത്ര ഉള്ളതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി അടുക്കി സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിമോട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ല. ഞാനിവിടെ ഇപ്പോൾ റിമോട്ടിൻ്റെ ബാറ്ററിയിൽ ഗമ്മ് വയ്ക്കുന്നില്ല, കാരണം കറക്റ്റായിട്ട് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും അഴിച്ചു പണിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ക്യാപ്പ് വെച്ച് അടച്ചൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ട്
എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് അവിടെ നോക്കിയാൽ മനസ്സിലാവും കറക്റ്റായിട്ട് തന്നെ റിമോട്ട് വർക്ക് ആവുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നോർമൽ പോലെ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റാണ്, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ചാർജിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചാർജിങ് ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട് റെഡ്. ചാർജിങ് ആയി കഴിയുമ്പോൾ തന്നെ കട്ടപ്പ് ആവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 3 വീക്സ് എബോവ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും നല്ല കപ്പാസിറ്റി ഉണ്ട്. എല്ലാം പക്കയായി വർക്കൊക്കെ ആയതിനു ശേഷം ഗമ്മെല്ലാം വെച്ച് ബാറ്ററി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. ഇതിനിപ്പോൾ ഏകദേശം കോസ്റ്റ് വന്നേക്കുന്നത് ഒരു ബാറ്ററിക്ക് 55 രൂപ, 2 ബാറ്ററിക്ക് 110 രൂപ, ചാർജിങ് ബോർഡ് ഒരു 25 രൂപ, ഏകദേശം ഒരു 130 രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി റീചാർജബിൾ റിമോട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ബാറ്ററി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 100 രൂപ താഴെ മാത്രമേ ചിലവ് വരുള്ളൂ. ഇപ്പോൾ ഒരു ബാറ്ററിക്ക് 18 രൂപയാണ് വരുന്നത്. അപ്പോൾ 2 ബാറ്ററി വാങ്ങുമ്പോൾ 36 രൂപ വരും. ഒരു 3 പ്രാവശ്യം ബാറ്ററി മാറുന്ന പൈസ മതി നമുക്ക് ഇതുപോലെ റീചാർജബിൾ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുണ്ടാക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.